സ്റ്റേജിലൊക്കെ ഭയങ്കര കൈയടി കിട്ടുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, ഒരു സ്പോട്ട് ഡബിങ്, കുറെ ആർട്ടിസ്റ്റുകളെ മിക്സ് ചെയ്ത് ചെയ്യുന്ന. അപ്പൊ അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി. അപ്പൊ നീ ഒരിക്കലും എന്റെ സ്കൂട്ടറിന് പിന്നാലെ കയറില്ല? അങ്ങനെ ഒരിക്കലും കേരള എന്നൊന്നും പറഞ്ഞില്ല. എപ്പോ കേറും? ഏതാണ്ടാവാൻ വേണ്ടി കൊട്ടും കൊരവയും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്തില്ലേ? അതിന്റെ കാര്യത്തിൽ തീരുമാനമാട്ടെ, അപ്പൊ ആലോചിക്കാം. ഓക്കെ, ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തി തന്നെ വെച്ചു. അപ്പൊ നീ എന്ത് ചെയ്യും? മുഖത്തോട്ട് നോക്കടി. ഹലോ ഹലോ, ആ എത്തിയോ? അരുണേട്ട അമ്മേ എത്തിന്ന്. അമ്മയോട് പറഞ്ഞേക്ക്. അല്ല അരുണേട്ടൻ അച്ഛൻ തന്ന പൈസ എടുത്തോണ്ടോ മറന്നു അല്ലേ? മറന്നതല്ല, അത് കുട്ടിയെടുത്ത് കുറച്ച് കപ്പലണ്ടി വാങ്ങി തന്നോളൂ. നീ മാത്രമല്ല, നിന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും പിന്നെ നിന്റെ അമ്മാവനുണ്ടല്ലോ മാനേജർ നാരായണൻ, അയക്കും കൊടുത്തോളൂ കുറച്ച്. അച്ഛൻ പറഞ്ഞത് നേരാ. എന്ത്? അരുണേട്ടൻ മഹാഭിമാനിയാണെന്ന്. അതുകൊണ്ടല്ലേ ശ്രീധന തന്നത് ഇഷ്ടാവാഞ്ഞേ? നിനക്ക് മനസ്സിലായില്ലേ? എന്റെ അരുണേട്ടനെ മനസ്സിലാക്കാൻ ഇനി വേറെ ആരാ ഉള്ളത്? നാരായണ മാമനെയും ഓമനമ്മയും കൂടാതെ എനിക്ക് വേറെ ആൾക്കാർ കിട്ടോ ദുബായില്? കാവുംപുറത്തെ മീനച്ചെറിയമ്മ, പൊന്നേത്തെ വിമലയിടത്തി, ഓടയമ്പുറത്തെ പുഷ്പേച്ചി, അങ്ങനെ കുറെ ബന്ധുക്കാരുണ്ട്. നാട്ടിൽ ഞാൻ സൈക്കിൾ ഓടിക്കൂട്ടോ. സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് എളുപ്പമാവോ അരുണേട്ടാ? പിന്നെ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ആകെ വേണ്ടത് സൈക്കിൾ ബാലൻസാ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇത്രയും കാലം വിവാഹം കഴിക്കാതെ ഞാൻ കാത്തിരുന്നത് വെറുതെ ആയില്ലല്ലോ. മറ്റൊരു പുരുഷനോർത്ത് 10 വർഷം കാത്തിരിക്കുന്ന പെണ്ണാ ഞാൻ. വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രം അത്രയ്ക്ക് ഇഷ്ടമാണോ? അപ്പോൾ തന്നെ ഒരു ത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്ന ആളല്ല ഞാൻ. മറ്റെന്തിനേക്കാളും നിന്നെ ഞാൻ സ്നേഹിക്കുന്നത്. എനിക്കറിയാം അപ്പോട്ടാ. പക്ഷെ അപ്പോട്ട് എന്നെ സ്നേഹിക്കുന്നൊക്കെ ഒരു 1000 ഇരട്ടി ഞാൻ എന്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ ഒരു 10,000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ നിർബന്ധിച്ച എന്റെ ശവത്തിലായിരിക്കും അപ്പോട്ടൻ താലിയേട്ട. നീ 1000 വർഷം ഈനകത്ത് കിടന്ന് നരിച്ച് മരിക്കേണ്ടി വന്നാലും എന്റെ മൊയ്തീന് വേണ്ടി ഞാനത് ചെയ്യും. കണ്ട് കാലത്ര ഈനകത്ത് കഴിഞ്ഞത് മൊയ്തീനെ ഓർത്ത് ഓന്റെ അക്ഷരങ്ങൾ വായിച്ച എന്റെ മനസ്സ് മുറിച്ച് മറ്റേ പറ്റോ പെട്ടിന് പരാ ഇല്ലോത്ത് ആർക്കെങ്കിലും കഴിയോ? പരാ ഡോ മന്ത്രിമാരടക്കം മുഴുത്തോമാരൊക്കെ നിന്റെ കഷത്തിലുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എന്ത്? അല്ല, ഏത് നാടാക്കാനാ നിനക്ക് ഈ വാചകങ്ങളൊക്കെ എഴുത്തരുന്നേ? നിന്റെ അപ്പന അടങ്ങടേക്ക. നീ കുറെ ലോകം കണ്ടിട്ടുണ്ടാവും, പക്ഷേ അടുത്ത് നിന്ന് കാടിൽ നിന്ന് നീ കണ്ടിട്ടില്ല കേട്ടോ. നിന്റെ അമ്മച്ചി ചത്തില്ലല്ലോ അല്ലേ? ചത്തില്ലെങ്കിൽ അതിനെ കൊന്നു കളഞ്ഞേക്ക്. ചുമ്മാ മോനെ ഓർത്ത് കാണിക്കാതെ ആ പെണ്ണെങ്കിലും ചാവട്ടെ. നിനക്കെന്താണ് എന്റെ അപ്പനെ കാണുമ്പോ ഇത്ര ചൊറിച്ചില്? എന്റെ അപ്പൻ എന്തിനാണ് കാണുമ്പോ എന്നെ അങ്ങേരുടെ ഉള്ള കമ്പനിയിലോട്ട് വിളിക്കുന്നത്? നിനക്കെന്താണ് എന്റെ അമ്മ ഇടുന്ന കാപ്പി ഊള കാപ്പി, എന്റെ അച്ഛന്റെ കമ്പനി ഊള കമ്പനി? ഓ, നിനക്കൊക്കെ ഒരു മോളെ കെട്ടാൻ വേണോ അല്ലേ? എങ്ങോട്ടാ? ഞാൻ മാറില്ല അനുവേ. കാര്യം നീ തീരുമാനം പറഞ്ഞിട്ട് പോ. ഞാൻ മാറില്ല. എനിക്ക് ഇപ്പൊ അറിയണം അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ? നീ പറഞ്ഞാൽ സഹിച്ചിട്ട് പൊക്കോ. നീ പറ, അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ? അയ്യോ ഞാനോ വേണ്ട. അയ്യോ കുടിച്ചോ. വെള്ളം ഒഴിക്കണ്ടേ? വേണ്ട. പപ്പ ഞാൻ വലിയൊരു കള്ളത്തരം കാണിച്ചു. അക്കൗണ്ടൻസിക്ക് എനിക്ക് ശരിക്കും 9 മാർക്കേ ഉള്ളായിരുന്നു. പക്ഷെ എന്നോട് 2 കൂടെ കൂട്ടിയിട്ട് 29 മാർക്ക് കാണിച്ച് പപ്പയുടെ സൈൻ മേടിച്ച്. അതൊരു കുഴപ്പമില്ല. നീ അടുത്ത പരീക്ഷയ്ക്ക് അതുകൊണ്ട് ചേർത്തങ്ങ് വാങ്ങിയാൽ മതി. കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. എന്നാ ഒന്നുകൂടെ എടുത്തോ. அப்ப பாசங்க ஆள் இல்லாம எங்க கிடக்குறா? இங்க எடுத்து உன்ன நினைச்சு உட்கார்ந்துக்கிற. உனக்கு தொலைய தரல. அதானே நானா உன்னை விழுந்து இங்க வச்சு
ஆஸ்பத்திரிக்கெல்லாம் கூட்டு போய் நீ நல்லா இருக்கியான்னு டெய்லி சாமி கும்பிட்டு ஊருக்கு ஞாபகமான உட்கார நிக்கிற. ஆனா நீ உன் கரையில ஜனப்புக்கு கூட வரல. நான் அல்லாத உனக்கு தெரியும் யாருமே. ഗംഭീരമായിരുന്നു കേട്ടോ. Thank വെരി ടാലന്റഡ്. ഷാനി പ്രഭാകറിന്റെ അടിപൊളിയായിട്ട് ചെയ്യുമല്ലോ അവിടെ ഒന്ന്. നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി വി രാജേഷ്, നേരിട്ടൊരൊറ്റ ചോദ്യം. അസം പൗരത്വ രജിസ്റ്ററിന്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള 19 ലക്ഷം പേരിൽ മുസ്ലിങ്ങളല്ലാത്ത 13 ലക്ഷം പേർക്കും ഇന്ത്യയിലെ ഈ നിയമം ബാധകമാകുമല്ലോ അല്ലേ? അടിപൊളി. എൻ്റെ ഫേവറേറ്റ് ആക്ട്രസ് ആണ് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര. എനിക്കൊന്ന് കേട്ടാ കൊള്ളാന്നുണ്ട്. ഓക്കെ, അപ്പം കൂടുതലും നമ്മൾ സിനിമയിൽ കാണുന്ന നയൻതാരയുടെ ഡബ് ചെയ്ത വോയിസ് ആണ്. ഡബിങ് ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്ത വോയിസിലാണ് കേൾക്കുന്നത്. ലൈവ് ആയിട്ടുള്ളത് ചെയ്യാം. അത് മതി. அன்பா இருங்க, அன்பு மட்டுமே கொடுங்க. அதுதான் இந்த உலகத்துல ரொம்ப கம்மியான ஒரு விஷயம். ரொம்ப நெகட்டிவா இருக்கிற இந்த உலகத்துல நீங்க வந்து அந்த பாசிட்டிவிட்டி ஸ்ப்ரெட் பண்றதோ நீங்க உங்களோட அன்பு கொடுக்கறதும் வந்து ரொம்ப மிகவேறிய விஷயமா இருக்கும். ஸோ அது பண்ணீங்கன்னா ரொம்ப சந்தோஷமா இருக்கும். ഓക്കെ.